ലവ് ബഗ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാനൊരു കുട്ടി വ്ളോഗായിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഇന്ന് എൻ്റെ 31st ബർത്ത്ഡേ ആയിരുന്നു. അതുകൊണ്ടൊരു 5 hours ഒരു ചെറിയൊരു ക്രൂസ് ടൂർ പ്ലാൻ ചെയ്തു. കാനഡ സൈഡിൽ നിന്ന് 1000 ഐലൻഡ് വഴി ഒരു ബോൾട്ട് കാസിൽ കാണാനാട്ടോ നമ്മൾ ഇന്ന് പോകുന്നത്. ഇതിനകത്ത് നമുക്ക് കുട്ടി ഐലൻഡ് കാണാൻ പറ്റും. ആ ഐലൻഡിനകത്ത് ചെറിയ വീടുകളുണ്ട്. അവരുടെ വെക്കേഷൻ ഹോമാണ് കേട്ടോ ഇത്. ഈവൻ ദോ 1800 ഐലൻഡ് ഉണ്ടെങ്കിലും ഇതിന് 1000 ഐലൻഡ് എന്നാണ് പറയപ്പെടുന്നത്. ഇതിനകത്ത് 3 ദ്വീപുകളും മാൻമെയ്ഡാണ്. ആൻഡ് മോസ്റ്റ്ലി ഈ ദ്വീപുകളിലോട്ട് ആൾക്കാർ എത്തിച്ചെല്ലുന്നത് ഇങ്ങനെ ചെറിയ ബോട്ടുണ്ട് അവർക്ക്. ഈ കാണുന്ന ബ്രിഡ്ജാട്ടോ USA ബോർഡർ. ഇത് ഞങ്ങൾ ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ ബോൾട്ട് കാസിലോട്ട് എത്താൻ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ബോൾട്ട് കാസിലോട്ട് എത്തി. ഞാൻ നോക്കുമ്പോൾ ചെറുതായ മഴ അങ്ങ് പൊടിയാൻ തുടങ്ങി. എനിക്ക് ആകെ സങ്കടം വന്നു, കാരണം എൻ്റെ ഡ്രസ്സെല്ലാം കുളമാവും. പക്ഷേ ഇവിടെ എത്തുമ്പോഴും ബോർഡർ ഏജൻസിന് നമ്മൾ പാസ്പോർട്ട് കാണിക്കണം, എന്നാലേ നമ്മൾ അവിടെ നിന്ന് കടത്തി വിടുള്ളൂ. കണ്ടോ, ഇത്തവണ ഇത് ഫുള്ളി പ്രിപ്പയർഡ് ആട്ടോ. ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് വെച്ചാൽ ജോർജ് ബോൾട്ട് എന്നൊരു ഹസ്ബൻഡ് തൻ്റെ ഭാര്യയ്ക്ക് ഗിഫ്റ്റായി നിർമ്മിച്ച ഒരു കൊട്ടാരമാണ് ഈ ബോൾട്ട് കാസിൽ. നമ്മുടെ ഷാജഹാൻ മുംതാസിന് പണിത് താജ്മഹൽ പോലെ. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു എൽദോ എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പണിയൊന്ന് നമുക്ക് നോക്കാൻ സമയമുണ്ടല്ലോ ഇനി. ഈ ഒരു ഐലൻഡിനെ ഹാർട്ട് ഐലൻഡ് എന്നും വിളിക്കപ്പെടും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ചില കല്ലുകൾ ഹാർട്ട് ഷേപ്പിലും ഗാർഡൻ ലിറ്ററലി ഹാർട്ടിൻ്റെ ഷേപ്പിലൊക്കെയാണ് അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കിക്കേ, ഈ കല്ലിൽ ലവ് സിമ്പിൾ കണ്ടോ? ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം നോക്കിയപ്പോൾ നല്ല മഴയും പെയ്തെങ്കിലും ഇപ്പം നല്ല ചൂടായിരുന്നു. നല്ല വെയിലും നല്ല ചൂടും. എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി, കാരണം എനിക്ക് കുറേ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ 2 മണിക്കൂർ കൊണ്ട് ഫുൾ കാസിലിൻ്റെ അകത്തും പുറത്തും ഗാർഡനും എല്ലാം ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. ഒന്നും വിട്ടില്ല, എല്ലാ കാശും അങ്ങ് മുതലാക്കിയിട്ടോ. എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ കേട്ടോ ഫുൾ പ്ലാനിങ് പ്ലോട്ടിങ് ചെയ്യുന്നത്. ഞാൻ തന്നെ ഇത് കണ്ടുപിടിച്ചു, ഞാൻ തന്നെ ഇത് ബുക്ക് ചെയ്തു, ഞാൻ തന്നെ എല്ലാവരെയും കൊണ്ടുപോയി. ആൻഡ് വി ലവ്ഡ് ഇറ്റ്. ക്രൂസിൻ്റെ ടോപ്പിൽ തന്നെ പോയി ഇരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ എൽദോ പോയി സീറ്റ് പിടിച്ചു, കാരണം രാവിലെ നല്ല തണുപ്പായിരുന്നു. ഇപ്പം നല്ല വെയിലായതുകൊണ്ട് നല്ല കാറ്റൊക്കെ കൊണ്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എൽദോ നേരത്തെ പോയി ഇരുന്നത്. അപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദ വീഡിയോ. താങ്ക് യു. ബൈ.